അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല, അല്ലെങ്കിൽ ഷോർട്സിന് വ്യൂസ് ഇല്ല, സ്റ്റക്കായി പോകുന്നു എന്നുള്ളതിൽ 100 അല്ലെങ്കിൽ 500 വരെ എത്തി നിൽക്കും. അത് ഫീച്ചേഴ്സ് വഴിയാണ് വ്യൂസ് കൂടുതലും വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീരെ വ്യൂസ് കുറവായിരിക്കും കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രൗസ് ഫീച്ചേഴ്സ് വഴി വ്യൂസ് കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ വീഡിയോയുടെ കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല, അല്ലെങ്കിൽ ഷോർട്സിന് വ്യൂസ് ഇല്ല, സ്റ്റക്കായി പോകുന്നു എന്നുള്ളതിൽ 100 അല്ലെങ്കിൽ 500 വരെ എത്തി നിൽക്കും. അതോടെ സ്റ്റക്കായിട്ട് പിന്നെ വ്യൂസ് ഒന്നും വരത്തില്ല അല്ലെ. എത്ര നല്ല വീഡിയോസ് ആണെങ്കിലും ചിലപ്പോൾ വ്യൂസ് വരത്തില്ല. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് ആകെ തലവേദന എടുക്കൂലേ. അപ്പോൾ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതാണ് കേട്ടോ. മെയിൻ ആയിട്ട് നമ്മൾ എത്ര നല്ല വീഡിയോസ് ആണ് ഇടുന്നതെങ്കിലും നമ്മൾ ഏകദേശം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ടൈമിൽ ഇട്ടിട്ട് അടുത്ത ദിവസം ഒരാഴ്ചയ്ക്ക് ശേഷം ടൈം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല കേട്ടോ. നമുക്ക് എപ്പോഴും കിട്ടുന്ന വ്യൂസ് പോലും കിട്ടത്തില്ല, അങ്ങനെ താന്നു പോകും. അതില് ഇപ്പൊ നമ്മളെ എപ്പോഴും ഒരു 500 ലെവലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 100 പോലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഡൗൺ ആയി പോകും കേട്ടോ. നമ്മുടെ കമ്പനിയിൽ ഇംപ്രഷൻ ഡൗൺ ആണെന്ന് കാണിക്കും. ചിലപ്പോ എന്താ പറയാ, നമ്മൾ എത്ര തന്നെ ഇങ്ങനെ വ്യൂസ് വന്നുകൊണ്ടിരുന്നാലും ആരോ മാർക്ക് താഴെ തന്നെ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വ്യൂസ് വരണമെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യൂട്യൂബ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബ്രൗസ് ഫീച്ചേഴ്സ് വഴി ലഭിക്കുന്ന വ്യൂസിനെയാണ് കേട്ടോ യൂട്യൂബ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായി വരുന്നത് സജസ്റ്റിംഗ് വീഡിയോസിലൂടെ നമുക്ക് വ്യൂസ് വരണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള വ്യൂസ് വരുന്ന 2 വഴികൾ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ വീഡിയോന്റെ എന്താ പറയാ, അനലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബ്രൗസ് ഫീച്ചേഴ്സ് വഴിയും അല്ലെങ്കിൽ സജസ്റ്റഡ് വീഡിയോസ് വഴിയായിരിക്കും കൂടുതലും വ്യൂസ് വന്നിരിക്കുന്നത്. പിന്നെ അതർ സോഴ്സസ് ഉണ്ടാകും. അതർ സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, വാട്സപ്പ് അങ്ങനെയുള്ള പല ഇത് വഴിയും വരുന്ന വ്യൂസ് ആയിരിക്കും കേട്ടോ അതർ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൗസ് ഫീച്ചേഴ്സ് കൂടിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വ്യൂസ് വീഡിയോയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഞാനിത് എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്റെ വലിയൊരു യൂട്യൂബ് ചാനലൊന്നുമില്ല, ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്റെ വീഡിയോയ്ക്ക് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് വീഡിയോസിൽ എന്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തു വരുന്നത് കേട്ടോ. കാരണം ഓരോരുത്തരും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലേ, ഇതെങ്ങനെയാണ് ചേച്ചി, അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തു. അപ്പോൾ പിന്നീട് ഞാൻ വേറെ വീഡിയോസ് ഇടുമ്പോൾ വ്യൂസ് ഒന്നും തീരെ ഇല്ലാതായി. അപ്പൊ എന്റെ ഓഡിയൻസിന് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ കാണാനാണ് എന്റെ ചാനലിലൂടെ ഇഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തു കേട്ടോ. അല്ലാതെ ഞാൻ വലിയ യൂട്യൂബ് ടിപ്സ് അറിയുന്ന ആളൊന്നുമല്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കുകയാണെന്ന് വെച്ചാൽ, എനിക്ക് അറിയുകയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ അനലിറ്റിക്സിൽ കുറെ കാര്യങ്ങളുണ്ട്. ബ്രൗസ് ഫീച്ചേഴ്സ് ആണെങ്കിലും സജസ്റ്റഡ് വീഡിയോസ് ആണെങ്കിലും എത്ര പെർസെന്റേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് നമുക്ക് വീഡിയോസ് ഇടേണ്ടത്, അപ്പോൾ ഏത് തരം വീഡിയോസ് ആണ് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് അതിലൂടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും കേട്ടോ. സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 10-90 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ എന്ന് പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്നുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രെൻഡ്, ഓവർവ്യൂ, കണ്ടന്റ്, ഓഡിയൻസ്, റവന്യൂ കൂടി ഉണ്ടാവും കേട്ടോ. റവന്യൂ എന്ന് പറയുന്നത് മോണിറ്റൈസ്ഡ് ആയവർക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ട്രെൻഡിൽ പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോർ ടോപ്പിക്സ് എന്ന് കാണും. അതിൻ്റെ താഴെയായിട്ട് ടോപ്പ് സെർച്ചേഴ്സ് എന്ന് കാണും. അതിൻ്റെ സൈഡ് ഒരു ആരോ മാർക്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് സെർച്ചേഴ്സ് ഉള്ള ടോപ്പിക്കുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഓഡിയൻസ് സെർച്ച് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടോപ്പ് സെർച്ചസിൽ വന്നിരിക്കുന്നത് യൂട്യൂബ് നോ കോപ്പിറൈറ്റ് മ്യൂസിക് മലയാളം എന്നാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ടോപ്പിക്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ, സെർച്ചിൽ നമുക്ക് താല്പര്യമുള്ള ടോപ്പിക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കാണിക്കും കേട്ടോ. യൂട്യൂബ് ടിപ്സ് വീഡിയോകൾക്ക് വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ ഇനി നമുക്ക് എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്.
അപ്പോൾ ഇനി ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ചെയ്ത വീഡിയോ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഗാർഡനിങ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെരി ലോ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഗാർഡനിങ് ഇട്ട് കഴിഞ്ഞാൽ തീരെ വ്യൂസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഓവർവ്യൂ ആണ്. ഓവർവ്യൂവിൽ നമുക്ക് വ്യൂസും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ പോഡ്കാസ്റ്റ്, അത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിനെക്കുറിച്ചിട്ട്. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഓവർവ്യൂവിൽ തന്നെ റിയൽ ടൈമിലും അതേപോലെ തന്നെ ടോപ്പ് കണ്ടൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ കാര്യമായിട്ടില്ല, നമുക്ക് എത്രത്തോളം വ്യൂസ് കിട്ടിയെന്നൊക്കെയാണ്. പിന്നെ കണ്ടൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഓൾ, പിന്നെ വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഓളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോൻ്റെയും ഷോർട്സിൻ്റെയും ലൈവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് 28 ഡേയ്സിൽ വീഡിയോസിന് എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നു, ഷോർട്സിന് എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നു, ലൈവ്സിന് എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴെ ടോപ്പ് വീഡിയോസ് എന്ന് കാണും. പിന്നെ ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവർ വീഡിയോസ് എന്നാണ് കേട്ടോ. ഏതിൽ കൂടെയൊക്കെയാണ് കൂടുതൽ വ്യൂസ് വരുന്നത് എന്നാണ്. ബ്രൗസ് ഫീച്ചേഴ്സ് വഴി, സജസ്റ്റിംഗ് വീഡിയോസ് വഴി, പിന്നെ അതർ ഫീച്ചേഴ്സ് വഴി. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ബ്രൗസ് ഫീച്ചേഴ്സ് വഴിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാണാൻ സാധിക്കും നിങ്ങളുടെ അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ സൈഡ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് സജസ്റ്റിംഗ് വീഡിയോസ് എന്ന് കാണിക്കും കേട്ടോ. നിങ്ങളുടെ ടോപ്പ് വീഡിയോസ് ആണ് കാണിക്കുന്നത്. അതുപോലെയുള്ള വീഡിയോസ് നിങ്ങളോട് ചെയ്യാൻ പറയാൻ കേട്ടോ. വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് സെർച്ച് ടേംസ് എന്ന് കാണാൻ സാധിക്കും. അത് നമ്മുടെ തുടക്കം മുതലുള്ള സെർച്ച് ടേംസുകളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ 60 മിനിറ്റ്സ്, പിന്നെ 7 ഡേയ്സ്, അങ്ങനെ ഓരോന്നും 365 ദിവസത്തിൽ സെർച്ച് ചെയ്തിട്ടുള്ള ടേംസുകളാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. പ്ലേലിസ്റ്റ് ഫീച്ചറിങ് യു, ഏതിലൂടെയൊക്കെയാണ് കാണുന്നത് ഒക്കെയാണ് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വ്യൂസ്, അതൊക്കെയാണ് കാണിക്കുന്നത്. വാട്സപ്പിലൂടെ, വാട്സപ്പ് ബിസിനസ്, യൂട്യൂബ് അങ്ങനെയുള്ള എക്സ്റ്റേണൽ സൈറ്റിലൂടെ കാണുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത്, പിന്നെ അടുത്തത് ഓഡിയൻസ് ആണ് കേട്ടോ. ഓഡിയൻസിൽ ഫീമെയിൽ ആണോ മെയിൽ ആണോ കൂടുതലും കാണുന്നത്, ഏത് ഏജിലുള്ള ആളുകളാണ് കൂടുതലും കാണുന്നത്, ഏത് ടൈമിലാണ് കാണുന്നത് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ എവിടുത്തെ ആളുകളാണ് കൂടുതലായിട്ടും കാണുന്നത്, ഇന്ത്യക്കാരാണോ വേറെ രാജ്യക്കാരുണ്ടോ, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണോ നോൺ സബ്സ്ക്രൈബേഴ്സ് ആണോ നമ്മുടെ വീഡിയോ കൂടുതലായിട്ടും കാണുന്നത് എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൈം എന്ന് പറയുന്നത് ഏത് ടൈമിലാണ് നമ്മുടെ വീഡിയോസ് ആളുകൾ കാണുന്നത് എന്നും കാണിക്കുന്നുണ്ട്. ഡാർക്കായിട്ടുള്ള ഇത് കാണുന്നില്ലേ, ആ പെട്ടിയായിട്ടുള്ളത്, അതാണ് നമ്മുടെ വ്യൂവേഴ്സ് കാണുന്ന ടൈം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ വീഡിയോസ് വേറെ ആരുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ഏതൊക്കെ ചാനലിൽ വാച്ച് ചെയ്യുന്നുണ്ട് എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് റവന്യൂ ആണ്. അത് മോണിറ്റൈസ്ഡ് ആയവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അനലിറ്റിക്സിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യൂസ് തരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രൗസ് ഫീച്ചേഴ്സ് വഴിയാണോ, അല്ല സജസ്റ്റിംഗ് വീഡിയോസ് വഴിയാണോ, അല്ലെങ്കിൽ അതർ സോഴ്സ് വഴിയാണോ, എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതലും വ്യൂസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതർ ഫീച്ചേഴ്സ് വഴിയാണ് വ്യൂസ് കൂടുതലും വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീരെ വ്യൂസ് കുറവായിരിക്കും കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രൗസ് ഫീച്ചേഴ്സ് വഴി വ്യൂസ് കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനായിട്ട് നിങ്ങളുടെ വീഡിയോന്റെ തമ്പനയിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കൺസിസ്റ്റിംഗ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നല്ല കണ്ടന്റോട് കൂടിയ വീഡിയോ അപ്ലോഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് ബ്രൗസ് ഫീച്ചേഴ്സ് വഴി കേട്ടോ. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ നല്ല വ്യൂസും കാര്യങ്ങളും വരാൻ സാധ്യതയുള്ളൂ. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.